Yo guys, Tech Tramp ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം iPhone 15ന്റെ അൺബോക്സിംഗ് ആണ്. മാത്രമല്ല ഇനീഷ്യൽ ഇംപ്രഷൻസ് ആണ് ഈ പറയുന്നത്. സോ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കണ സാധനം ഒന്ന് കയ്യിലേക്ക് കിട്ടാനായിട്ട്. ഇന്നലെയാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് രാവിലെ എനിക്കിത് കയ്യിൽ കിട്ടി. പച്ചയാണ് എൻ്റെ കയ്യിലുള്ളത്. കടുംപച്ചയാണോ തത്തമ്മ പച്ചയാണോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെ വന്നാലും ഈ പ്രാവശ്യത്തെ 15 എന്ന് പറയുന്ന മോഡലിൽ കുറച്ചധികം വ്യത്യാസങ്ങൾ ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര വലിയ വ്യത്യാസമൊന്നും അല്ലാന്നെങ്കിൽ പോലും മാന്യമായ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സി ടൈപ്പ് പോർട്ട്, അതേപോലെ തന്നെ ഡൈനാമിക് ഐലൻഡ്. അതാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലിരിക്കുന്നത് 13 Pro ആണ്. അതേപോലെ തന്നെ ഒരു 13 എൻ്റെ കയ്യിലുണ്ട്. ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും 15 എന്ന് പറയുന്ന ഫോണിന് നല്ല മാറ്റങ്ങളുണ്ട്. സോ ഇത് നല്ലൊരു അപ്ഗ്രേഡ് ആണോ ഇല്ലയെന്നൊക്കെ നമുക്ക് പിന്നീട് പറയുന്നതാണ് അതിനെ പറ്റിയിട്ട്. ആദ്യം ഈ സാധനം ഞാനൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ. രാവിലെ തൊട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് നിൽക്കണേണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കിത് പൊട്ടിച്ച് നോക്കിയിട്ട് പറയാം. സോ ഈ കാണുന്ന പച്ച 15 ആണ് നമ്മളിപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത്. ഇതൊരു 128 GB ആണ്. 80,000 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. 80,000 രൂപക്ക് ഞാൻ മേടിച്ച ഒരു ഇന്ത്യൻ MRP ഉള്ള ഫോണാണിത്. സോ ഗൈസ്, നമ്മളിതാ പൊട്ടിക്കാൻ പോവുകയാണ്. ഗൈസ്, ഇതാണ് ബോക്സിൻ്റെ സ്റ്റിക്കർ എന്ന് പറയുന്നത്. അത് നമ്മൾ പൊളിക്കുകയാണ്. സോ ഇനി ഫോൺ ബോക്സൊക്കെ റിലീസ് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. പച്ച, ദിസ് പച്ച ഈസ് പൊളിപ്പച്ച. ഓ എൻ്റെ അമ്മേ, കിട്ടില്ല ഫീല്, ഒന്നും പറയാനില്ല. കലക്കൻ. ഓ ഇത് കലക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സംഭവം വെറുതെ ക്ലാസ് ആയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നല്ല ഇൻഹാൻഡ് ഫീൽ. സാധാ ഇതുവരെ ഉണ്ടായിരുന്ന 11 സീരീസോ 12 സീരീസോ 13 സീരീസിൻ്റെ ഫിനിഷ് അല്ല. ഭയങ്കര രസമുണ്ട്. സൈഡ് ബീഡിങ്സ് ഒക്കെ കൊള്ളാം, സൂപ്പർബായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം അങ്ങോട്ട് പീൽ ഓഫ് ചെയ്യുക. ടടൻ ടൺ ടടൻ ടൺ ടടൻ ടൺ ടടൻ ടൺ. ഡും. കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. എന്തായാലും നൈസായിട്ടുണ്ട്. വെയിറ്റും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഈ പ്രാവശ്യത്തെ ഐഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സി ടൈപ്പ് പോർട്ടാണ്. ഇതിങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്, കാരണം ഇതുവരെ ഇങ്ങനെ അല്ലായിരുന്നു. ഇതൊന്ന് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഫോൺ. ശരിക്കും അത് കയ്യിൽ വെക്കാൻ തോന്നുന്നില്ല, സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി വെക്കണമെന്ന് വെച്ചാണ്. ഭയങ്കര ഇൻഹാൻഡ് ഫീലാണ്. അപ്പോൾ ഇത് സൈഡിലേക്ക് നമ്മളിപ്പോൾ തൽക്കാലം വെക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് എൻ്റെ ബോക്സ്. ഈ ബോക്സ് ഈ പേപ്പർ നമ്മൾ പീൽ ഓഫ് ചെയ്താണ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ എന്ന് പറയുമ്പോൾ ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്, പിന്നെ സിം ഇജക്റ്റിംഗ് ടൂളുണ്ട്, പിന്നെ കുറച്ച് പേപ്പർ എന്തൊക്കെയോ ഉണ്ട്. ഇതാണ് നമ്മുടെ കഥാനായകൻ. ഇത് കണ്ടോ, ഇതാണ് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിള്. സംഭവം ഇത് വന്നിട്ട് വർഷങ്ങളായെങ്കിലും നമ്മൾ ആപ്പിൾ യൂസേഴ്സിൻ്റെ ഇടയിലേക്ക് ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഐഫോൺസിലേക്ക് വരുന്നത്. സോ ഈ സംഭവമാണ് നമ്മൾ ഇത്ര നാളും വരും എന്ന് പറഞ്ഞിരുന്നത്. ഈ സാധാ ലൈറ്റ്നിങ് കേബിൾ പോലെ അല്ല കേട്ടോ, ഇതൊരു ടെക്സ്ചേർഡ് കേബിളാണ്. കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഫീൽ ആവുന്നുണ്ട്. ഇത് കണ്ടോ, കുറച്ചൊരു ടെക്സ്ചേർഡ് മെറ്റീരിയൽ അതിനകത്ത് വരുന്നത്. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല കേട്ടോ. നമ്മുടെ സാധാ ലൈറ്റ്നിങ് കേബിൾ പോലെ അല്ല, കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഇത് രണ്ട് എൻഡും ടൈപ്പ് സി ആണ് വരുന്നത്. നമുക്ക് ടൈപ്പ് സി ടു ടൈപ്പ് സി ഇതാണ് വരുന്നത്. ഇതൊന്ന് കുത്തി നോക്കട്ടെ കേട്ടോ. വൗ മാൻ, ചാർജൊന്നും ആയില്ലേലും ഒരു മനസുഖം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഇത് സാധാ USB 2.0 തന്നെയാണ്, നോർമൽ ലൈറ്റ്നിങ്ങിൻ്റെ സ്പീഡ് തന്നെയാണ്. അതായത് 15 യൂസ് ചെയ്യുന്നവർക്ക്, 15 പ്രോയും പ്രോ മാക്സും അല്ല, 15 യൂസ് ചെയ്യുന്നവർക്ക് സാധാ 2.0 എന്ന് പറയുന്ന USB സ്പീഡായിരിക്കും. USB 2.0 സാധാ സെയിം ലൈറ്റ്നിങ്ങിൻ്റെ അതേ സ്പീഡ് തന്നെ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. എന്നിരുന്നാലും ഇത് കിട്ടി ബോധിച്ചു. സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. സോ നമുക്ക് ബാക്കി ഫോണിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. iPhone 15 ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷനാണ്. അതായത് ഞാൻ ആ ബോക്സിൽ നിന്ന് എടുത്ത് പൊട്ടിച്ച് ആ ഫോൺ ആദ്യം പിടിച്ചപ്പോൾ തന്നെ വെറുതെ പൊള്ളി ഫീലായിരുന്നു. പക്ഷെ ഭയങ്കര ഫീലായിരുന്നു. കാരണം ഇതുപോലത്തെ ഒരു ഫിനിഷ് ഇതുവരെ ഐഫോൺസിൽ സാധാ ലൈനപ്പിൽ വന്നിട്ടില്ല. കാരണം പ്രോ സീരീസിലൊക്കെ നമുക്കൊരു മാറ്റ് ടെക്സ്ചർ കിട്ടും. പക്ഷെ ഇത് ഭയങ്കര രസമോടും. ഇത് ബാക്കൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും
ഒരു പൗച്ച് ഇടാൻ തോന്നത്തേ ഇല്ല, കാരണം മാറ്റാണ് സംഭവം. പക്ഷേ ഭയങ്കര ടെക്സ്ചറാണ്, നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ കിട്ടുന്നത് ഭയങ്കര ടെക്സ്ചറാണ് ബാക്കിൽ. നല്ല ലുക്കാട്ടോ. ഇതൊരു പച്ചയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു പച്ചയാണ്, പക്ഷേ ഇതൊരു പച്ചയല്ല. മനസ്സിലായോ? ഒരു പച്ചയാണ് പക്ഷെ ഒരു പച്ചയല്ല, ഒരു ഓഫ് പച്ച എന്നൊക്കെ പറയാം. എന്താ പറയുക, തത്തമ്മ പച്ചയല്ല, പച്ചയല്ല, പച്ചയല്ല ഇത്, പക്ഷേ ഇത് പച്ചയാണ്. സംഭവം വെറുതെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ സൈഡ് ബീഡിങ്സിലൊക്കെ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാനൊരു 12 സീരീസോ അല്ലെങ്കിൽ 13 സീരീസോ ഒന്നും എടുക്കുന്ന പോലെയല്ല ഇതിൻ്റെ. ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 13 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡും ഇതിൻ്റെ ഒരു സൈഡും തമ്മിൽ ഇത് ഭയങ്കര ഒരു ഹാർഷായിട്ടുള്ള ഷെയ്ഡ്സാണ് ഇതിൻ്റെ. പക്ഷേ ഇത് ഭയങ്കര ഇതുണ്ടോ, നല്ല ഫ്ലോയാണ്, നല്ല രസമുണ്ട്, നല്ല ഇൻഹാൻഡ് ഫീലാണ്. നല്ല ഇൻഹാൻഡ് ഫീൽ എന്ന് വെച്ചാൽ വളരെ നല്ല ഉഗ്രൻ ഇൻഹാൻഡ് ഫീലാണ് ഈ ഫോണിൻ്റേത്. വെയ്റ്റ് ബാലൻസ് കലക്കി കളഞ്ഞ്, കാരണം കിട്ടില്ല വെയ്റ്റ് ബാലൻസ്. ഒരു ലൈറ്റ് വെയ്റ്റ് ഒരു സാധനം നമ്മുടെ കയ്യിലിരിക്കുന്നത്, നമുക്ക് ഏത് രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വരുന്നത് ഗ്ലാസ് ഫിനിഷ് തന്നെയാണ്, സൈഡ് ബീഡിങ്സ് എല്ലാം അലൂമിനിയം തന്നെയാണ്. നേരെ സെറ്റപ്പൊക്കെ ചെയ്ത് മെയിൻ മെനുവിലേക്ക് വന്നൊരു സീനുണ്ട്. ആ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. 17 അപ്ഡേറ്റിൻ്റെ കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 17ൻ്റെ ഒരു തീം എന്ന് പറയുമ്പോൾ ഭയങ്കര കളർഫുള്ളാണ്, അത് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടാണ് ഈ ഡിസ്പ്ലേയിൽ നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം ആ ഡൈനാമിക് ഐലൻഡും കൂടി വരുമ്പോൾ ഉണ്ടല്ലോ, സൈഡ് ബ്ലാക്ക് ബോർഡേഴ്സ്, ഭയങ്കര ക്ലാസ് ആയിട്ട്. മനസ്സിലായി, എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ക്യൂരിയോസിറ്റിയോടെ നോക്കിയത് ഞാൻ എന്താണ് ഈ കാണുന്നത്, ആ ഒരു ഫീലാണ് എനിക്ക് കംപ്ലീറ്റ്ലി കിട്ടിയത്. കാരണം അത് ഭയങ്കരமான ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. കാരണം ഇന്നോവേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 15 ലൈനപ്പ് ഓർഡിനറി ലൈനപ്പായിട്ടാണ് ഞാൻ കണ്ടത്. അത് സാധാ 14, 13, 12 സീരീസ് വെച്ച് നോക്കുമ്പോൾ 15 എന്ന് പറയുന്ന ഫോൺ വളരെ നല്ലൊരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. കാരണം 12ഉം 13ഉം 14ഉം എനിക്ക് അൺബോക്സ് ചെയ്തപ്പോൾ ഇതുവരെയായിട്ടും ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണെന്നുള്ളൊരു സംഭവം. പക്ഷേ ഈ സാധനം ദിസ് ഗേവ് മീ സംതിങ് ന്യൂ. ശരിക്കും ഒരു പുതിയൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ സീരീസുകൾ അൺബോക്സ് ചെയ്യുന്ന ആ ഒരു ഫീല് ഈ ഒരു സാധനത്തിൽ എനിക്ക് കിട്ടി. കാരണം ലാസ്റ്റ് 14 പ്രോയുടെ ഏകദേശം രൂപരേഖയുള്ളൊരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ടു ഗുഡ്. ഇനീഷ്യൽ ഇംപ്രഷനാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ഫസ്റ്റ് ഒരു സാധനം കയ്യിൽ ഞാൻ എടുത്ത് ഹാൻഡിൽ ചെയ്തതിൻ്റെ അത് കഴിഞ്ഞു. ഞാൻ നേരെ ഒരു സ്ക്രീൻ കാർഡൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്ക്രീൻ കാർഡ് ഇട്ടു. അതേപോലെ തന്നെ ഞാനൊരു കേസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സുണ്ടോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കേസാണ്. സോ ഈ കേസൊക്കെ ഇട്ട് ഞാൻ നേരെ പുറത്തേക്ക് പോയി. രാത്രിയാണ് സമയം, ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കാരണം സാധനം കൈ കിട്ടിയത്, നമുക്കൊന്ന് പുറത്തിറങ്ങിയാലുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സിമ്മൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. ജിയോയുടെ സിമ്മാണ് ഇട്ടേച്ചത്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുമ്പ് സിം ഇട്ടു. ട്രൂ 5G എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. പക്ഷെ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫോൺ ഭയങ്കരമായിട്ട് ചൂടാവാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ചൂടായി. വോമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോമെന്നല്ല പറയാം, കാരണം നമ്മുടെ സാംസങ് ഫോൺസൊക്കെ വോമാവുന്നേക്കാൾ വോമായി. ശരിക്കും ചൂടായി സൈഡ് ബീഡ്സൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പണി പാളിയാ, കാശ് പോയാ, ഈ ലൈനപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു സീനൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ താനെ കൂളായി. കൂളെന്ന് വെച്ചാൽ പക്കാ കൂളായി. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ 2-3 കോൾസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഇയർ സ്പീക്കർ ക്വാളിറ്റിയൊക്കെ ക്ലാസ്, നല്ല ഇയർ സ്പീക്കർ ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല റിങ്ങറോ ആണ്. സൗണ്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം. എനിക്ക് കുറവായിട്ടൊന്നും തോന്നിയില്ല. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 5G ഓണായിരുന്നു അതുവരെ. പിന്നീട് ഞാൻ പുറത്തു പോയി ചായ കുടിച്ചു. ഞാൻ രാത്രി കണ്ടത് വെറുതെ സീൻ കാഴ്ചയാണ്. കാരണം ക്യാമറ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷൻസ് റെയർ ക്യാമറയിൽ വെറുതെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാവുന്ന ഒരു ലെവലിലേക്ക് ഈ സാധനം വന്നിട്ടുണ്ട്. കാരണം ലൈനപ്പ് വരെ 13ഉം 14ഉം നിന്നൊക്കെ ഭയങ്കര ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമിൻ്റെ ലോ ലൈറ്റ് സിറ്റുവേഷൻസിലൊക്കെ എനിക്ക് കുറച്ച് ചെറിയൊരു പോരായ്മ തോന്നി. ലോ ലൈറ്റ് സിറ്റുവേഷനിലോ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിലൊക്കെ അടിപൊളി. കാരണം ഔട്ട്ഡോർ സെഷനിലേക്ക് ഞാൻ ഈ സാധനം കൊണ്ടുപോയതും, കാരണം ഞാൻ പുറത്തേക്ക് നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് രസം എന്നെ കാണാൻ. കാരണം അത് ക്യാമറയുടേതായിരിക്കണം, അത് ഭയങ്കര ഭംഗി തോന്നുക. കാരണം ഒറിജിനാലിറ്റി ഉണ്ട്, എന്നാൽ നല്ല ഭംഗിയുണ്ട്, നല്ല രസമായിരുന്നു. നല്ല ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ല നൈസ് ക്യാമറയാണ് എൻ്റെ. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ വരുന്നുണ്ട്. നമ്മുടെ ചാനൽ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വരും. കാരണം ഇപ്പം ഞാൻ അതൊന്നും പറയുന്നില്ല. എൻ്റെ ഇനീഷ്യലായിട്ടുള്ള എൻ്റെ ഇംപ്രഷൻസാണ്, എനിക്ക് ഈ ഫോണിനോട് എന്ത് തോന്നി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ആയിരുന്നു ഫോണിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ സാധനമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഷോ ഓഫ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. പക്ഷേ അതിനകത്ത് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഇറങ്ങിയ എല്ലാ ഫോണുകൾക്കും ഇതേ ക്യാമറ മൊഡ്യൂൾ തന്നെ. ഇപ്പോൾ 13 എടുത്ത് നോക്കിയാലും ഇതേ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ ഈ കളർ വൈസും ഈ ബാക്ക് പാനൽ വൈസാണ് ഇത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഈ ബാക്ക് പാനലും അതുപോലെ ബാക്ക് പാനൽ ഓഫ് കളേഴ്സാണത്, ഒരുമാതിരി ഒരു ഓഫ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിന്. സോ ആ ഒരു രീതിയിൽ മാത്രമാണ് ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കോൾമിശ്വാസം പറയുന്നതൊക്കെ പോലെ
ഇത് ഫ്രണ്ട് ഇങ്ങനെ വെച്ച് കാണിച്ചിട്ട് കൊടുക്കേണ്ടി വരും ഇത് 15 ആണെന്ന് കാണിക്കാൻ. അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും ഇതിനകത്ത് അറിയാൻ പറ്റില്ല. അതെനിക്ക് ചെറുതായിട്ട് സങ്കടം ഫീൽ ചെയ്തു. കാരണം ഫസ്റ്റ് ഡേ ഒരു ഫോണൊക്കെ ആയിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ആളുകൾക്ക് 15 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ മാനസിക ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഫോൺ വളരെ അധികം എനിക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിലിപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് 13 പ്രോയിലൂടെയാണ്. 13 പ്രോ എന്ന് പറയുന്ന ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ബൾക്കിയാണ്. ക്യാമറ നല്ലതാണ്, പക്ഷേ ഭയങ്കര ബൾക്കിയാണ്, ഭയങ്കര ഹെവിയാണ്. 14 പ്രോ അതിലും ഹെവിയാണ്. ഈ 15 പ്രോ നൈസായിരിക്കും, പക്ഷേ അത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ സാധനം എന്തൊക്കെ വന്നാലും ഇത് നല്ലൊരു സെയിലിനുള്ള ചാൻസ് ഞാൻ ഈ സാധനത്തിന് കാണുന്നുണ്ട്. ഇതിനൊരു പ്രൈസ് ഡ്രോപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായ സെയിലായിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സിന് നല്ലൊരു പണി കിട്ടാനുള്ള വകുപ്പുകൾ ഇതിനകത്തുണ്ട്. ഇത് ഞാൻ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്താലേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുമൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. എൻ്റെ സ്പെക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എത്ര നേരം. ആ ഒരു സന്തോഷം, ആ ഒരു സാധനം എനിക്ക് സത്യമായിട്ടാണ് ഒരു ഐഫോൺ അൺബോക്സിങ്ങിൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. അതിപ്പോൾ 15 ചെയ്തത് പിന്നെയാണ്. ഞാൻ ഒരുപാട് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് ഐഫോൺസിൻ്റെ. പക്ഷേ 15 ലൈനപ്പ് ഇപ്പോൾ എനിക്കൊരു ചിരി വന്നു എൻ്റെ മുഖത്ത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. വേറെ ഒന്നും വിചാരിക്കരുത്. ഈ ഫോൺ വരുന്നത് 171 ഗ്രാമാണ്. അതേപോലെ തന്നെ IP68 വാട്ടർ റെസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊന്നും കയറില്ല. അതേപോലെ തന്നെ ഇതിന് ഡിസ്പ്ലേ വരുന്നത് സൂപ്പർ റെറ്റിന XDR OLED എന്ന് പറയുന്ന ആപ്പിളിൻ്റെ സ്ഥിരം വരുന്ന ഡിസ്പ്ലേ ആണ്. പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല. ഒരു കിഡിലൻ ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അത് അത്യാവശ്യം യൂസ്ഫുള്ളാണ്. പല സാഹചര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. നമ്മൾ സൈലൻ്റൊക്കെ ആകുമ്പോൾ അത് മാറും. അതേപോലെ തന്നെ കോൾസ് ഒക്കെ വരുമ്പോൾ വരും. 14 പ്രോയുടെ സെറ്റപ്പ് തന്നെ. പക്ഷേ 14 പ്രോയുടെ ആ സെറ്റപ്പ് നമുക്ക് സാധാ ലൈനപ്പിൽ കിട്ടുന്നു. അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് നമുക്കൊരു പ്രോ എക്സ്പീരിയൻസ് അല്ലേ. ഞാനങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. കാരണം നമുക്ക് കിട്ടാവുന്നതിൽ എന്ത് ഹാപ്പിനെസ് കണ്ടെത്താം എന്ന് ചിന്തിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതിനകത്ത് 6.1 ഇഞ്ചസ് ഒക്കെ തന്നെയാണ് സ്ക്രീൻ സൈസ്. പിന്നെ ഇത് വരുന്നത് 6 GB റാമിലാണ്. 128, 256, 512 GB വേരിയൻസിലൊക്കെ അവൈലബിൾ ആണ്. മാക്സിമം 256 എടുക്കുക. 128 GB എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി എന്താണെന്ന് വെച്ചാൽ ക്യാമറ അടിപൊളിയാണ്. എൻ്റെ ക്യാമറ അത്യാവശ്യം എൻ്റെ തുടക്കത്തിലെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. അതിൽ നല്ല ക്യാമറയാണ്. ആ ക്യാമറ എന്നുണ്ടെങ്കിൽ 48 MB സെൻസറാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോറേജ് ഫില്ലാവും 128 GB എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം 256 ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ബാക്ക് ക്യാമറ എടുക്കാമെന്നുണ്ടെങ്കിൽ 4K 24, 30, 60 FPS കിടിലൻ വീഡിയോസ് എടുക്കാൻ പറ്റും. അത് സിനിമാറ്റിക് മോഡാണെങ്കിലും 4K എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ആക്ഷൻ മോഡും നൈസാണ്. പിന്നെ ബാക്ക് ക്യാമറ ഫോട്ടോസ് നൈസാണ്. നൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഡീറ്റെയിലാണ്. നല്ല ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ നല്ല കിടിലനായിട്ട് ചുമ്മാ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യേണ്ടത്. സാധാ നമ്മുടെ 13ഉം 14 നിന്നൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്തേക്ക് വന്നത് ഭയങ്കരമായിട്ട് ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യേണ്ടത്. കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാവും. കാരണം അപ്ഡേറ്റ്സ് ഒക്കെ വന്ന് നല്ല പ്രോസസ്സിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സംഭവം ക്ലാസ് ആവും എന്തായാലും. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് A16 Bionic 14 പ്രോയിൽ കഴിഞ്ഞ വർഷം വന്ന ചിപ്സെറ്റാണ് ഈ വർഷം 15 വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബാറ്ററി MAH എന്ന് പറയുമ്പോൾ 3340 mAh ആണ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ഫുൾ റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോഴായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നത്. സോ ഇത്രത്തോളം ഞാൻ കണ്ടതിൽ ഇത്ര നാളും വന്ന സാധാ ഓർഡിനറി ലൈനപ്പ് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായി. സത്യമായിട്ട് എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഇപ്പോഴാണ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്ത് 80,000 ബഡ്ജറ്റിൽ വർത്താണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരിറക്കുന്ന ഫോണാണ്. അവർ ഫസ്റ്റ് ഇനീഷ്യലി ഇറക്കിയിട്ടുള്ളൂ. പ്രൈസ് ഡ്രോപ്പൊക്കെ വരാനുണ്ടാവും. സോ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. ഇത് പുറകെ നമ്മുടെ ചാനലിൽ എല്ലാം വരുന്നതായിരിക്കും. സോ ഗൈസ്, എല്ലാവർക്കും ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ മറക്കാതെ ടെക് ട്രാമ്പിനെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇതിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാം. സോ ബാക്കിയൊരു ഡീറ്റെയിൽ വീഡിയോ വീണ്ടും വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം ടെക് ട്രാമ്പ് സൈനിങ് ഓഫ്.